കാരണം സ്പോർട്ട് മോഡിൽ ഇടുമ്പോഴും നമുക്ക് അങ്ങനെ ചവിട്ടി പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയല്ല. ഗൈസ്, എല്ലാവർക്കും മോട്ടോജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഓൾ ന്യൂ ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സിറ്റിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് കിട്ടിയുള്ള ഹോണ്ട സിറ്റി ഏത് മോഡലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ZX പെട്രോൾ വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫുൾ ഓപ്ഷനാണ് വണ്ടി. അതുപോലെ തന്നെ ഒരു CVT ഗിയർ ബോക്സ് ഉള്ള IVTEC എൻജിൻ വന്നുള്ള ഒരു ഹോണ്ട സിറ്റിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബോണറ്റ് സൈഡിൽ നിന്ന് തന്നെ ചെയ്തു തുടങ്ങാം. അപ്പോൾ ബോണറ്റ് എല്ലാം തുറക്കുമ്പോൾ തന്നെ എൻജിൻ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.5 ലിറ്റർ എൻജിനാണ് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എർത്ത് ഡ്രീം ടെക്നോളജിയോട് കൂടി ബേസ് ചെയ്തിട്ടാണ് ഹോണ്ട ഈ എൻജിൻ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ എൻജിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 120 HP പവറും അതുപോലെ തന്നെ 145 Nm ടോർക്കുമാണ് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ എൻജിനിൽ വന്നിട്ടുള്ളത്. ഒരു മാസീവ് എൻജിൻ തന്നെയാണ്. ഇനി ബോണറ്റിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ ബോണറ്റിൻ്റെ മുകളിലൊരു ഇൻസുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എൻജിൻ റിഫൈൻഡ്, അതായത് ഉള്ളിലോട്ടുള്ള സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഇൻസുലേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബോണറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ ഹെഡ്ലൈറ്റ് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 9 പീസ് LED ആയിട്ടാണ് നമ്മുടെ ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത് നമ്മുടെ സിറ്റിയുടെ. അതുപോലെ തന്നെ ഒരു DRLും വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകൾക്കൂടെ തന്നെ ഇൻഡിക്കേറ്റർ പ്ലേസ്മെൻറ്റ് അതിലൂടെ തന്നെയാണ്. ഇൻഡിക്കേറ്റർ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു ക്ലാസി ഫീലിലാണ് ഇൻഡിക്കേറ്റർ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെ പറയാം ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 9 പീസ് കട്ടഡ് LED പോർഷൻസ്, അത് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആ വണ്ടിയുടെ സ്റ്റൈലിഷ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റ് പോർഷൻസും ഫുൾ LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അടിയിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് സെക്ഷനും LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് കാണാം. അത് ഈ ലൈറ്റ് തൊട്ടിട്ട് ലെഫ്റ്റ് സൈഡത്തെ ലൈറ്റ് തൊട്ടിട്ട് ഹെഡ് ലൈറ്റ് തൊട്ടിട്ട് റൈറ്റ് സൈഡ് ഹെഡ്ലൈറ്റ് വരെ കണക്റ്റഡ് ആണ് ആ ക്രോം ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ ഹോണ്ടയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കൂടി നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു ബൾക്കി മാസീവ് ലുക്ക് തന്നെ നമ്മുടെ ഓൾ ന്യൂ ഹോണ്ട സിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുള്ള ഈ മാസീവ് ക്രോം ഫിനിഷും അതുപോലെ തന്നെ ഈ ഹെഡ് ലാമ്പൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു എക്കോഡ് ഫീൽ എനിക്ക് ഹെഡ് ലാമ്പ് സെക്ഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസീവ് ക്രോം ട്രീറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് സിവിക്കിൻ്റെയും അമേസിൻ്റെയും ഒക്കെ ഒരു ഫീലാണ് എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വണ്ടി കാണാൻ ഭയങ്കര സ്റ്റൈലിഷ് തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അമേസിങ് ലുക്കിംഗ് പെർഫെക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വണ്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ ഓൾ ന്യൂ സിറ്റി. അപ്പോൾ ഇനി നമുക്ക് സിറ്റിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ബമ്പറിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് ഫിനിഷിൽ നല്ലൊരു ക്ലാസി ഫീലിലാണ് ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഫിനിഷിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബോണറ്റിൻ്റെ മുകളിൽ 2 സ്ട്രൈപ്പ് ലൈൻസ് കാണാം. അത് നല്ലൊരു ബൾക്കി മസ്കുലാർ ഫീൽ നമ്മുടെ ബോണറ്റ് സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സിറ്റിയിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി സിറ്റിയുടെ സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ ബോഡി ലൈൻസും കാണാം. ഈ ബോഡി ലൈൻ ഫ്രണ്ട് ഹെഡ് ലാമ്പ് തൊട്ടിട്ട് ബാക്ക് ടെയിൽ ലൈറ്റ് വരെ ഈ ബോഡി ലൈൻസ് കണക്റ്റഡ് ആണ്. ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ മിററിൻ്റെ ഇവിടെയാണ് നമുക്കൊരു ഇൻഡിക്കേറ്റർ പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇനി വീലിൻ്റെ കാര്യങ്ങൾ പറയാം. വീൽ നോക്കുമ്പോൾ അലോയ്സ് ഒക്കെ വരുന്നത് നല്ലൊരു സ്പോർട്ടിയർ അലോയ്സ് തന്നെ പറയാം. ഡുവൽ ട്രീറ്റ്മെൻറ്റിലാണ് അലോയ്സ് വന്നിട്ടുള്ളത്. 185, 55, R16 ഇഞ്ച് വീൽസാണ് വന്നിട്ടുള്ളത്. പിന്നെ ടയർ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ ടയറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചെറിയ ടയറായിട്ട് ഫീൽ ചെയ്യുന്നതെന്നല്ല, ചെറിയ ടയർ തന്നെയാണ് നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഈ അലോയ്സ് എല്ലാം സ്പോർട്ടിയർ ലുക്ക് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രം ബ്രേക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് സിറ്റി കാണുമ്പോൾ പഴയ സിറ്റിയിൽ നിന്ന് തീരെ ചെറുതായ പോലെ തോന്നും. പക്ഷേ ആക്ച്വലി ഈ വണ്ടി പഴയ സിറ്റിനേക്കാളും വലിപ്പമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ വണ്ടിയുടെ സൈഡ് ഡോർസ് എല്ലാം നോക്കുമ്പോൾ ഡോർസിൻ്റെ സൈഡിൽ വന്നിട്ടുള്ള ഡോർ ഹാൻഡിൽസ് അത് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്, അപ്പുറത്ത് ഒരു റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് റിക്വസ്റ്റ് സെൻസർ പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ പെനോരമിക്കൊന്നും അല്ലാത്ത ഒരു അത്യാവശ്യം മികച്ച രീതിയിലാണ് നമ്മുടെ സൺറൂഫ് വന്നിട്ടുള്ളത് നമ്മുടെ സിറ്റിയിൽ. അതുപോലെ തന്നെ ബാക്കിലോട്ട് കിടക്കുമ്പോൾ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്കിലോട്ട് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബോഡി ലൈൻ കണക്റ്റഡ് ആണ് ഫ്രണ്ട് ടു ബാക്ക് വരെ. അപ്പോൾ ഈ ടെയിൽ ലാമ്പിൻ്റെ സെക്ഷനിലോട്ടാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ BMW 3 സീരീസിൽ കണ്ട് പരിചയമുള്ള അതുപോലെ സിമിലർ ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്, കണ്ടോ. അതുപോലെ തന്നെ ഈ ടെയിൽ ലാംപ്സിൽ ഒരു LED വന്നിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് LED ആണ്.
അപ്പോൾ നമ്മുടെ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററും ഹാലജൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കി ടെയിൽ ലാമ്പിലത്തെ പോർഷൻസ് ആണ് LED വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി ബാക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ സെൻസേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. സെൻസേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ബാക്കിൽ. ബമ്പർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ബമ്പറിന്റെ ഈ സൈഡിൽ ഒരു കേർവ് ലൈൻ വന്നിട്ട് ഇവിടെ റിഫ്ലക്ടർ വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ലോഗോ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എക്സോസ്റ്റ് ഒക്കെ ഭയങ്കര നീറ്റായിട്ട് അടിയിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഭയങ്കര നീറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ക്യാമറ, ബാക്ക് സൈഡ് ക്യാമറ വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇനി അതുപോലെ നമുക്ക് ബൂട്ട് തുറന്ന് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു 506 ലിറ്റർ ബൂട്ടാണ് നമുക്ക് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്പെയർ വീലൊന്ന് നോക്കാം. സ്പെയർ വീലും അലോയ് തന്നെയാണ്. ഫുൾ സൈസാണ് വന്നിട്ടുള്ളത്. 16 ഇഞ്ച് വീൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അതായത് ബൂട്ട് ക്ലോസിങ്ങും ഡോർ ക്ലോസിങ്ങും ഒക്കെ ഒരു തഡ് സൗണ്ടിൽ നല്ലൊരു പ്രീമിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടെയിൽ ലൈറ്റിൽ ഒരു 3 സെക്ഷൻ നമുക്ക് ഇവിടെ കാണാം. ഒരു ആരോ പോലെ 3 സെക്ഷൻസ് ഇവിടെ കാണാം. അത് നല്ലൊരു സ്പോർട്ടിയർ ഫിനിഷ് സൈഡിൽ നമ്മളുടെ ഹോണ്ട സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഫ്യൂവൽ ലിഡ് വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ഈ സൈഡും ആ സൈഡ് പോലെ തന്നെ സിമിലർ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയിൻ വാച്ച് ക്യാമാണ്. അപ്പോൾ ഈ ലൈൻ വാച്ച് ക്യാമറ നമുക്ക് ലെയിൻസ് മാറുമ്പോൾ അതുപോലെ സൈഡ് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഈ മിറർ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഒന്ന് വിട്ടിട്ടാണ് ഈ മിറർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റിയർ സൈഡിൽ എങ്ങനെ ഇൻറ്റീരിയർ എല്ലാം അതുപോലെ ഹെഡ് റൂം എല്ലാം എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് കയറി ഇരുന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡോർ ക്ലോസിംഗ് ഒക്കെ നല്ല പ്രീമിയമാണ്. ഈ ഡോർ ഹാൻഡിൽസ് വന്നുള്ള ഒരു ക്രോം ഫിനിഷിലാണ്. അതുപോലെ തന്നെ ഡോർ ലോക്സ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഒരു ലെതർ ട്രീറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ലെതർ ട്രീറ്റ്മെന്റ് അല്ല, ലെതറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പോക്കറ്റ്സ് കാണാം. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഈ C സെഗ്മെന്റ് സെഡാനിലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ ക്യാബിനാണ് നമ്മുടെ ഹോണ്ട സിറ്റിയിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂം ഒരു അഡിക്വേറ്റ്, ഒരു ടോൾ പേഴ്സണും എല്ലാം തല മുട്ടും. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതാണ് ഇതിന്റെ ലൈറ്റ്സ്. ഈ ലൈറ്റ്സ് കണ്ടോ, ഇത് ഓൺ ആക്കുന്നൊക്കെ നല്ലൊരു ക്ലാസി ലക്ഷറിയസ് ഫീലിംഗ് തരുന്നുണ്ട്. ഇനി ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഹെഡ് റെസ്റ്റ് ആണ്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ നെക്കൊന്നും ശരിക്കും അല്ല പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ബോട്ടിലൊക്കെ എല്ലാം ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ കൈ സപ്പോർട്ട് ചെയ്തിരിക്കാം. പിന്നെ ലെഗ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെഗ് റൂം തന്നെ ഈ സെഗ്മെന്റിലുള്ള സീറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാഗസിൻ ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ഹോൾഡേഴ്സ് ആണ്. ഇവിടെ ഡുവൽ AC വെന്റ് വന്നിട്ടുണ്ട്. ഈ AC വെന്റിന്റെ സൈഡിലൂടെ നമുക്കൊരു ക്രോം ട്രീറ്റ്മെന്റ് കാണാം. അത് നല്ലൊരു ഒരു ലക്ഷറിയസ് ഫീല് ബാക്കിലോട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടി നോക്കുകയാണെങ്കിൽ തന്നെ ചാർജർ കാണാം. അതുപോലെ തന്നെ ആ സൈഡിൽ അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ഡോറിന്റെ സൈഡിലാണ് സ്പീക്കേഴ്സ് വന്നിട്ടുള്ളത്. സ്പീക്കേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം, പാട്ട് വെച്ചിട്ട് കേൾപ്പിച്ചു തരാം. ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത് വരുന്നുണ്ട്, ഹാൻഡിൽ വരുന്നുണ്ട്. ആ ഹാൻഡിൽ സ്പ്രിങ് ആക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലൊരു ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് വല്ലതും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അതും ഒരു സ്പ്രിങ് ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ ബാക്കിലൊരു സൺ ബ്ലൈൻഡ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ബാക്കിൽ മാത്രമേ സൺ ബ്ലൈൻഡ് വന്നിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു സൺ ബ്ലൈൻഡ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ ഇരുന്നുകൊണ്ട് ഈ സൺറൂഫിൻ്റെ ഇതെല്ലാം ഓപ്പൺ ആണെങ്കിൽ തന്നെ നല്ലൊരു എയറി ഫീലിംഗ്, അത് നന്നായിട്ട് ലൈറ്റ് എല്ലാം നമ്മുടെ ക്യാബിനിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലക്ഷറിയസ് ഫീലിംഗ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ലക്ഷറിയസ് ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിയർ സൈഡിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലോട്ട് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റിലോട്ട് കയറുന്നത്, അതായത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറുന്ന ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം സൗണ്ട് വരുന്നതാണ് ആദ്യം കയറുമ്പോൾ. കേട്ടോ അതുപോലെ ഹോണ്ടയുടെ ലോഗോ ഇവിടെ തെളിഞ്ഞു വരുന്നതാണ്. സീറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തായാലും വണ്ടി ഓൺ ആക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. വണ്ടി ഓൺ ആക്കുമ്പോൾ നമുക്ക് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. പാർഷ്യൽ അനലോഗും പാർഷ്യൽ ഡിജിറ്റലും ആയിട്ടാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. അതിലത്തെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്റ്റിയറിംഗ് വീലിലോട്ട് കിടക്കാം. നല്ല പ്രീമിയം ഫിനിഷിൽ അത്യാവശ്യം സ്പോർട്ടിയായി ലെതർ കോട്ടഡ് ആയിട്ടുള്ള
സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട്, ലെതർ സ്റ്റിച്ചിങ് എല്ലാം വരുന്ന ഒരു നല്ലൊരു ക്ലാസി ഫിനിഷിലുള്ള പ്രീമിയം സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇതിലൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ സ്റ്റൈലിഷ്നെസ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റീറിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സ്റ്റീറിങ്ങിലത്തെ എല്ലാ ഫങ്ഷൻസും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം അപ്പ് ഡൗൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള വന്നിട്ടുള്ളത്. കണ്ടോ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഓരോന്ന് എടുക്കാം, ജി മീറ്റർ, സെറ്റിങ്സ്, അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ഇവിടെ SRC വന്നിട്ടുണ്ട്, അതുപോലെ വോയിസ് കമാൻഡ്സ്, അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ്. പിന്നെ ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്, അത് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ആണ്. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു റെഡ് ട്രീറ്റ്മെൻറ്റിൽ ഒരു റെഡ് ലൈറ്റ് വന്നിട്ടാണ് ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ്. AC വെൻ്റ് ഒരു സ്ക്വയറി AC വെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൂടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോകുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ള ഫീച്ചേഴ്സ് എല്ലാം നോക്കാം, ഓരോന്നോരോന്നായി നോക്കാം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാക്കോമീറ്റർ വരുന്നുണ്ട്. അതായത് അത് സെലക്ട് ചെയ്ത് നമുക്ക് ടാക്കോമീറ്റർ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ടാക്കോമീറ്റർ മാത്രമായിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ ടാക്കോമീറ്റർ മാത്രമായി. ഇനി ഒന്നും കൂടി നമുക്ക് അടുത്ത് നോക്കാം, റേഞ്ച് ആൻഡ് ഫ്യൂവൽ. അപ്പോൾ അത് നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പീഡ് ആൻഡ് ടൈം, അത് എത്ര സ്പീഡ് എടുത്തു എന്നുള്ളതെല്ലാം കാണിക്കും. അതായത് ആവറേജ് സ്പീഡ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതിൽ കാണിക്കും. ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റി മീറ്റർ, ജി മീറ്റർ, അതായത് നമ്മുടെ ബോഡി മാസും അതുപോലെ തന്നെ നമുക്ക് കോർണർ ചെയ്യുമ്പോഴുള്ളതും എല്ലാം നമ്മുടെ ഗ്രാവിറ്റി മീറ്ററിൽ നമുക്ക് കാണും. അതുപോലെ തന്നെ ഇനി നമ്മുടെ സെറ്റിങ്സിൽ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതായത് നമ്മുടെ ടയർ പ്രഷേഴ്സ് നോക്കാനുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കസ്റ്റമൈസ് ഡിസ്പ്ലേ ഇൻഫോർമേഷൻ, അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് ഇനി വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനി പറയേണ്ട കാര്യം, ഇവിടെയാണ് നമ്മളുടെ ഫ്യൂവൽ റേഞ്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മുടെ സ്പീഡ് കാണിക്കും. km/h നമ്മുടെ സ്പീഡ് ഇവിടെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ലൈൻ കാണാം. ഈ വൈറ്റ് ലൈൻ എന്താ വെച്ചാൽ നമ്മളൊരു എക്കണോമി മോഡിൽ, അതായത് ഒരു പതുക്കെല്ലാം പോകുന്നെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റിലാണ് ഈ ലൈന് വരിക. അങ്ങനത്തെ ഒരു ഫീച്ചറാണത്. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഈ ലിവേഴ്സാണ്. ഈ ലിവേഴ്സിൽ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ വൈപ്പേഴ്സ് ലിവർ, ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഹെഡ് ലാമ്പ് ലിവേഴ്സ്. അപ്പോൾ ഇതിൽ ഓട്ടോ ഹെഡ് ലാമ്പ്സ് ആണ് വന്നുള്ളത്, പക്ഷേ ഓട്ടോ വൈപ്പേഴ്സ് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലിവേഴ്സിൻ്റെ മേലെ, അതായത് ഹെഡ് ലാമ്പൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ലിവറിൻ്റെ മുകളിൽ ഒരു സ്പെഷ്യൽ ഫീച്ചർ കാണാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ലെയിൻ ക്യാം കാണാൻ പറ്റുന്നത്. സൈഡിലോട്ടുള്ള ക്യാമില്ലേ, നമുക്ക് ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ലെയിൻ വാച്ച് ക്യാമറ കാണാൻ സാധിക്കും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിലത്തെ ലെയിൻ വാച്ച് ക്യാമറ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സ്വിച്ച് കാണാം. ഇതെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വെയിലടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണാനുള്ള ഒരു പ്രയാസം വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഫിസിക്കൽ കൺട്രോൾസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ബാസും നമുക്ക് കേൾക്കാൻ ഒരു സുഖമുള്ള ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. അല്ലാതെ കരകരപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ സിറ്റിയുടെ മ്യൂസിക് സിസ്റ്റത്തിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അതായത് ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആപ്പിൾ കാർ പ്ലേ, ബ്ലൂടൂത്ത്, USB അങ്ങനത്തെ എല്ലാതും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പവർ ഓഫ് ബട്ടൺ, ഇതെങ്ങനെയാണ് പവർ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ അതായത് AC കൺട്രോൾസ് എല്ലാം, ഈ AC കൺട്രോൾസിൻ്റെ എല്ലാം ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം, ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടക്ക് ടക്ക് സൗണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ടക്ക് ടക്ക് എന്നുള്ള. തിരിക്കുമ്പോഴെല്ലാം നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ കംഫർട്ടും തോന്നുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ AC ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യുക, ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, ഇവിടെ നമുക്ക് ഏതൊക്കെ മോഡിലാക്കണം എന്നുള്ളത്, അതായത് ഇപ്പോൾ AC ഏതൊക്കെ ഡയറക്ഷനിൽ വരണം എന്നുള്ള മോഡ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാക്സ് കൂൾ പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു അതായത് ഫാൻ സ്പീഡ് 3 വരെ ഒന്നും വലിയൊരു സൗണ്ട് എടുക്കുന്നില്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ലൊരു സൗണ്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ക്യാബിനിലോട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ലെതർ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒരു ലെതർ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വുഡൻ പാനലായിട്ട് നല്ലൊരു ക്ലാസി റോയൽ ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോണ്ട സിറ്റിയുടെ ഇൻറ്റീരിയറിൽ ഇങ്ങനെ ഒരു വുഡൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫീലിംഗ്, ഒരു ക്ലാസി ഫീലിംഗ് വണ്ടിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ AC വെൻസ് എല്ലാം ഒരു സ്ക്വയറി ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൂടെയാണ് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ മെറ്റീരിയലൊക്കെ കുറച്ച് ഹാർഡാണെങ്കിൽ കൂടിയും കുഴപ്പമില്ല, നല്ലൊരു സ്പോർട്ടിയർ ഫീലാണ്. നമ്മുടെ ഇന്ത്യയിലത്തെ ക്ലൈമറ്റിനെല്ലാം യോജിക്കുന്ന ഒരു ഫീലാണ് ഇതിൽ വന്നിട്ടുള്ളത്.
പിന്നെ ഈ സൈഡിലും ട്വീറ്റർ വന്നിട്ടുണ്ട്, ആ സൈഡിലും ട്വീറ്റർ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ സൺ ബ്ലൈൻഡ് ആണ്. സൺ ബ്ലൈൻഡിലൊരു മിറർ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ലൈറ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും സൺ ബ്ലൈൻഡിൽ മിറർ വന്നിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സൺറൂഫിൻ്റെ സെറ്റിങ്സ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. സൺറൂഫ് ഓപ്പണിങ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സൺറൂഫ് ക്ലോസ് ചെയ്യാൻ 1 ടച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി പലർക്കുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെ സൺറൂഫ് ഇങ്ങനെ പൊന്തിച്ച് നിർത്തുക എന്നുള്ളത് ഒരു ഡൗട്ടാണ് പലർക്കും. അതിന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം, ഇതുണ്ടോ സൺറൂഫ് ബാക്ക് മാത്രം ഇങ്ങനെ ഒന്ന് ലീൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് അമർത്തി കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. പിന്നെ ഇവിടെയും ബാക്കിൽ വന്നിട്ടുള്ള പോലെ തന്നെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്, കണ്ടോ. നല്ലൊരു പ്രീമിയം ക്ലാസി ഫിനിഷിലാണ് ലൈറ്റ്സ് വന്നിട്ടുള്ളത്. ഈ ലൈറ്റ് ഓണിങ് ഓഫിങ് ഒക്കെ നല്ലൊരു ലക്ഷറിയസ് ഫീൽ തന്നെ തരുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക്. വൈറ്റ് ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ സൺറൂഫ് ബ്ലൈൻഡ് ഓപ്പണിംഗ് ക്ലോസിങ് നല്ലൊരു സ്മൂത്തർ ഫീലാണ് എനിക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും നമ്മൾ ഈ ബട്ടൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ. അതുപോലെ തന്നെ നമ്മുടെ മിറർ സെക്ഷൻ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡിമ്മിങ് ആണ്, ഓട്ടോ ഡിമ്മിങ് മിറേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ മിററിൻ്റെ മുകളിൽ വേറെ കൺട്രോൾസും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ ഇതൊരു കണക്റ്റഡ് കാർ ടെക്നോളജിയാണ് നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ അലക്സ കണക്റ്റിവിറ്റി വരുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അലക്സ എടുക്കാൻ മറന്നു ഞാൻ. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ 12 വോൾട്ട് ചാർജർ വരുന്നത്. പിന്നെ 2 USB ചാർജർ വരുന്നുണ്ട്. ഒന്ന് മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് സ്പെഷ്യലി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ, അതായത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മീഡിയയ്ക്കും ഒന്ന് നമ്മൾക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇനി സ്റ്റോറേജ് സ്പേസസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിലെല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെയും വരുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഗിയർ ലിവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗിയർ ലിവർ പറഞ്ഞാൽ ഇതൊരു CVT ഗിയർ ബോക്സിൽ 7 സിസ്റ്റം ആയിട്ടുള്ളൊരു 7 സ്റ്റെപ്സ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുള്ളത്. ഈ ഗിയറിൻ്റെ ഇവിടെ ഒരു ഗ്രേ കളറിലുള്ള ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലെതറി ഫിനിഷിലാണ് അതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അടിയിലോട്ട് സ്പോർട്ട് മോഡ്, പിന്നെ ഒരു എക്കണോമിക്കൽ മോഡ് വന്നിട്ടുണ്ട്. ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഒരു കളർ വരുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ ഏത് ഗിയർ പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗിയർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ. അത് സ്പോർട്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞ് പാഡിൽ ഷിഫ്റ്റ് വെച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി. റിവേഴ്സ് ക്യാം നോക്കുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു മോഡ് വരുന്നുണ്ട്, ഇങ്ങനെ കാണാൻ വേണമെങ്കിൽ അങ്ങനെ പല വ്യൂസിലാണ് നമുക്ക് അതായത് റിവേഴ്സ് ക്യാം കാണാൻ പറ്റുന്നത്. അതായത് നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ടൈപ്പിലുള്ള റിവേഴ്സ് ക്യാംസ്. അപ്പോൾ റിവേഴ്സ് ക്യാമിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയേ ഉള്ളൂ, അല്ലാതെ അത്ര വലിയൊരു ക്ലാരിറ്റിയിലൊന്നല്ല നമ്മുടെ റിവേഴ്സ് ക്യാം വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ക്രോം കാണാം നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പിൽ. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംറസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ സ്പേസ് ആംറസ്റ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മുടെ ഗ്ലോ ബോക്സ് കൂൾഡ് ഗ്ലോ ബോക്സ് ഒന്നല്ല, പക്ഷേ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. വലിയൊരു സ്പേസ് ഒന്നും പറയാനില്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. പിന്നെ നമ്മുടെ സിറ്റിയുടെ ഹോൺ എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഹോൺ ഞാൻ കേൾപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഓട്ടോമാറ്റിക് അപ്പ് ഡൗൺ ഉണ്ട്. 4 വിൻഡോസിലും ഓട്ടോമാറ്റിക് അപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് കട്ടൺ എയർ ബാഗ്സ് വരുന്നുണ്ട്. അത് 2 സൈഡിലും വരുന്നുണ്ട് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ. അതുപോലെ എനിക്ക് സിറ്റിയിൽ കൊണ്ടുവരണം എന്ന് തോന്നിയുള്ള ഒരു ഫീച്ചർ എന്താ വെച്ചാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ്. അത് സീറ്റ്സ് ഇതൊക്കെ ഇപ്പോൾ മാനുവലി ആയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പണിംഗ് അതിൻ്റെ അടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് ഡോറിൻ്റെ സൈഡിൽ വന്നിട്ടുള്ളത് ബേസിക് ഫങ്ഷൻസ് മാത്രമാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ മിറർ ഫോൾഡിങ്, അതൊക്കെ വന്നിട്ടുള്ളൂ. ഇനി എനിക്കിതിൽ പോരാൻ തോന്നിയത് ഇതാണ്, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് അല്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഇനി പറയാനുള്ള ഒരു കാര്യം, ഇവിടെയും ഇതേപോലെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു ഹോൾഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോ ഡ്രൈവർ സീറ്റിലും അതുപോലെ ഒരു ഹോൾഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ സിറ്റിയുടെ ഇൻറ്റീരിയറെ കുറിച്ചും അതുപോലെ തന്നെ ഓവറോൾ റിവ്യൂ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സിറ്റി ഓടിച്ചും കൊണ്ട്, അതായത് സിറ്റിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് ഞാൻ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിറ്റി ഓടിച്ചും കൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് വണ്ടി ഓടിക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്തർ വണ്ടി തന്നെയാണ്. സസ്പെൻഷൻ എല്ലാം നല്ലൊരു സ്മൂത്തർ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കാം, നന്നായിട്ട് കൊണ്ടു നടക്കാം. ഒരു ഫാമിലി യൂസിനെല്ലാം പറ്റിയൊരു കാറാണ്.
ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ പറ്റിയ കാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്ന് ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു കാറൊന്നല്ല. നമുക്ക് നല്ല ലക്ഷറിയസ് ഫീലാണ്. പിന്നെ ഡ്രൈവിംഗ് പോസ്ചറും അതുപോലെ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു കംഫോർട്ട്, അതായത് സ്റ്റിയറിംഗ് ഹാൻഡിലിങ്ങും എല്ലാം നല്ലൊരു കംഫോർട്ട് എനിക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇത് സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് നോക്കാം. സ്പോർട്ട് മോഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് മോട്ടറിൽ വരുന്ന ചേഞ്ച്, അതായത് നമ്മുടെ എഞ്ചിനിൽ വരുന്ന ചേഞ്ച് കണ്ടോ. സ്പോർട്ട് മോഡിലിട്ട വണ്ടി ഇങ്ങനെ കയറി വലിച്ചു പോകുന്നുണ്ട് വണ്ടി. അത് സ്പോർട്ട് മോഡിലിടുമ്പോൾ നമുക്ക് പാഡൽ ഷിഫ്റ്റ് വെച്ച് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ തന്നെ ഒരു 80 എല്ലാം നൈസായിട്ട് നമ്മുടെ സിറ്റി കയറി പോകുന്നുണ്ട്. സ്റ്റിയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു ലൈറ്റർ സ്റ്റിയറിംഗ് ആണ്, പക്ഷെ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്ട് മോഡിൽ ഇടുമ്പോഴും നമുക്ക് അങ്ങനെ ചവിട്ടി പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചവിട്ടി പൊളിച്ച് യൂസ് ചെയ്യാണെന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് ഇതിന്റെ മാനുവൽ എടുക്കാം. അടിപൊളി വണ്ടി തന്നെയാണ്. മാനുവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൈവേഴ്സ് കാറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു വൈറ്റ് ലൈൻ വരുന്നുണ്ട്. അത് ഈ ഒരു വൈറ്റ് ലൈൻ ഞാൻ പറഞ്ഞു പതുക്കെ പോവുകയാണെങ്കിൽ കണ്ടോ അത് ഗ്രീൻ ലൈൻ ആയിട്ട് മാറും. സ്പോർട്ട് മോഡിലെ ഗ്രീൻ ലൈൻ അല്ല, ഡ്രൈവ് മോഡിൽ മാത്രമാണ് ഗ്രീൻ ലൈൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ കോർണറിങ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു സ്റ്റെബിലിറ്റി സ്റ്റിയറിംഗിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഹമ്പ് ചാടുമ്പോൾ തട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അടി. പക്ഷേ ഇപ്പോൾ ഒരു 2% വെച്ച് പോകുമ്പോഴൊന്നും എനിക്ക് വണ്ടിയുടെ അടി തട്ടുന്നതായിട്ട് തോന്നുന്നില്ല. ഇനി അത്യാവശ്യം ഒരു വലിയ അമ്പാണ് ഞാൻ എടുത്തത്, പക്ഷെ എനിക്ക് തട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വണ്ടി നല്ല ലൈറ്ററായിട്ട് നമുക്ക് ചെറിയൊരു കാർ കൊണ്ടടക്കുന്ന രീതിയിൽ കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് സിറ്റി. നമുക്ക് ലക്ഷറായിട്ട് ചെന്നിറങ്ങാനും അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടടക്കാനും വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി. ഇനി ഞാൻ ഇതിന്റെ പറഞ്ഞല്ലോ ലൈൻ വാച്ച് ക്യാമറ, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ലൈൻ വാച്ച് ക്യാമറ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുമ്പോൾ നമുക്ക് ലൈൻ ക്യാം ഓൺ ആവും. അപ്പോൾ ഞാനിപ്പോൾ നമുക്കിപ്പോൾ ഈ ഫ്രണ്ടിലോ ട്രക്ക് പോകുന്നുണ്ട്, ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉപകാരമാണ് ലൈൻ വാച്ച് ക്യാം ഉണ്ടെങ്കിൽ. കണ്ടോ നമുക്ക് കാണാം എവിടെ നിന്ന് നമുക്ക് വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റും, തട്ടോ ഇല്ല എന്നുള്ളത്. ചെയ്ത് നോക്കാം വണ്ടി. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ലോഞ്ച് ചെയ്യാൻ കാണിച്ചു തരാം വണ്ടിയുടെ. വണ്ടി കയറി പോകുന്നൊക്കെ ഉണ്ട്. ഒരു പവർ ലാഗ് ഒന്നും ഗിയർ ഡൗൺ ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നോർമലി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒരു പവർ ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഹോണ്ടയുടെ ഒരു പെക്യുലാരിറ്റി തന്നെയാണ്. ഹോണ്ടയുടെ എല്ലാ എഞ്ചിൻസും അത്യാവശ്യം പവർഫുള്ളും അതുപോലെ തന്നെ ലാഗ് ഒന്നും ഇല്ലാത്തൊരു എഞ്ചിനാണ് വന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹോണ്ട സിറ്റി ഹൈലി റിഫൈൻഡ് തന്നെയാണ് വണ്ടി. അതുപോലെ തന്നെ എഞ്ചിൻ നോയ്സ് ഒന്നും ഉള്ളിലോട്ട് എടുക്കുന്നില്ല വണ്ടിയുടെ, വല്ലാതെ തീരെ നോയ്സ് ഫീലിങ്സ് കേൾക്കുന്നില്ല, നോയ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ലോവർ RPM വല്ലാതെ റബ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നോയ്സ് ഉള്ളിലോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന റൈറ്റ് സൈഡിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നൊരു ഓപ്പൺ റോഡിലോട്ട് കയറിയിട്ട് ഞാനൊന്ന് ലോഞ്ച് ചെയ്ത് കാണിച്ചു തരാം വണ്ടി, നമ്മുടെ വണ്ടി ലോഞ്ചിങ് എങ്ങനെ. പിന്നെ ടേണിംഗ് റേഡിയസ് ഒരു ചെറിയൊരു ഇതിലിട്ടിട്ട് ടേൺ ചെയ്യാനും അത് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് കൂളായിട്ട് ചെറിയൊരു സ്ഥലത്ത് പോലും ഇട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി. അപ്പോൾ സിറ്റി ഒന്ന് ലോഞ്ച് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ സ്പോർട്ട് മോഡൽ തന്നെ ഇട്ട് ലോഞ്ച് ചെയ്യാം. അപ്പോൾ വണ്ടി കണ്ടില്ല, സ്പോർട്ട് മോഡൽ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ വീൽ സ്പിന്നൊന്നും അടിക്കുന്നില്ല. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആയിരുന്നെങ്കിൽ കൂടി വീൽ സ്പിന്നൊന്നും അടിച്ചില്ല. വണ്ടി അങ്ങ് ഒരു 2000 RPM വരെ റബ് ചെയ്ത് നിൽക്കുള്ളൂ മോട്ടർ, പിന്നെ അങ്ങ് എടുത്തു പോവുക ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ, നമ്മുടെ ഹോണ്ട സിറ്റിനെ കുറിച്ച്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഓടിച്ച് ഫീൽ ചെയ്തുള്ള വണ്ടിയെ കുറിച്ചുള്ള ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം. അതായത് വണ്ടി ഓടിക്കാൻ നമ്മുടെ സ്റ്റിയറിംഗ് ലൈറ്റ് ആണ്, പക്ഷെ ഒന്ന് കുറച്ച് സ്പീഡ് വരുമ്പോൾ അത്യാവശ്യം ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സസ്പെൻഷൻ സ്മൂത്തർ സസ്പെൻഷൻ ആണ്. കണ്ടോ ഇപ്പോൾ ഇതൊന്നും ചാടുമ്പോൾ വലുതായിട്ട് നമുക്ക് അറിയുന്നില്ല, വണ്ടിയുടെ അത് ഇങ്ങനെ ചാടി പോകുന്ന ഒരു ഇതൊന്നും തോന്നുന്നില്ല. വണ്ടിയുടെ വില വരുന്നത് 17.3 lakhs ആണ് ഓൺ റോഡ് വരുന്നത് ഈ വേരിയന്റിന്റെ. അതുപോലെ തന്നെ ഇതിന്റെ മൈലേജ് ഒരു 10 കിലോമീറ്റർ to 12 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് എനിക്ക് ഓടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. പക്ഷേ കമ്പനി ഓഫർ ചെയ്യുന്ന 70 കിലോമീറ്ററിലാണ്
പക്ഷേ എന്തുകൊണ്ട് ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അപ്പോൾ സിറ്റിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഈ വണ്ടി നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് ഓടിച്ചതിൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സി സെഗ്മെൻറ്റ് സെഡാനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഇപ്പോൾ ഹോണ്ട സിറ്റിയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച്, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ ഇന്ന് ഹോണ്ട സിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.